ഓനക്ക് ആ ശരീരമേ ഉള്ളൂ, കണ്ടാമൃഗത്തിന്റെ എനിക്ക് ബുദ്ധി ഇല്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്റെ അള്ളാ. കൂടുതൽ ബാജമൊന്നും വേണ്ട. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ വേഗം ഇവിടുന്ന് കഴിച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ടില്ലേ, ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. അത് ഇവിടെ ഒരു റിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി, നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്, പിന്നെ ഉറുമിയാട്ടി മരത്തി നോക്കി, കേറ്റില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അന്റെ മൊയ്തീൻ ഉറുമി കുടിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂലേ? ആ എന്തൊക്കെയാണ് ചോദിക്കണേന്ന് ഇല്ലേ? എവിടെടാ അവൻ? എതെങ്ങാറായില്ലപ്പോ അഞ്ചു ഓരോ ഞാനെന്താ ചെയ്തേ? ഓൻ എവിടെന്നാ ചോദിച്ചേ? പൊന്നാര മൊയ്തീൻ, നിങ്ങൾ ഇതിൽ ഇടവരണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. മൂരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീൻക്ക, നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയോന്ന്. തമ്പുരാനെ, ഇനി എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും, വീണ് നമുക്ക് ബിദ്യയാക്കാം. അല്ല, നിങ്ങളുടെ ബിദ്യ കൊണ്ട് ഓൻ ബിയാൻ പോണെന്ന്. എവിടാ ശൈത്താൻ? എവിടാ മൂരി? ഓനാ ചന്തപ്പരെ കാണുന്നേ. നിങ്ങൾ വരി. ഉച്ചിരുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ മൂരി. മലപ്പുറം മൊയ്തീനെ വെല്ലുവിളിച്ച മൂരി എഴുതരുത്. ചൊനണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൊയ്തീനെ ഈ അറിയില്ല അല്ലേ? എന്താണ്ടാ കുയ്യാനെ? നോക്ക്, മൊയ്തീനെ അവിടുന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മളെ കല്ലി വെച്ചിട്ടാവും. നീ ഈ അസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറയും. ചെല്ലി വേഗം വെച്ചു. എന്റെ പൂഴിക്കടകിന് ശേഷമാണ് അവന്മാര് ശരിക്കും തോറ്റു തുടങ്ങിയത്. ഒരു പുല്ലല്ല എന്ത് പൂഴിക്കടകൻ, കണ്ണിൽ വന്നില്ല പൂഴിക്കടകൻ. എന്താ പറയണേ? ഈ എന്ത് കുണ്ടം ചെയ്തെന്നായി പറയണേ? എടാ, എന്റെ അടിമാലി ഇന്ന് ചന്തല്ല ഇവിടെ. എന്റെ അടിമാലി ഈ വാഴ വന്നത് മൊയ്തീനിക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരും ഇടികൊണ്ട്. ശരീരം സൂക്ഷിച്ചോണം. ഇന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഇത്ര കുരുത്തോളം വേറില്ല. കണ്ണൂർക്കാരനാ, ചെറുപ്പത്തിൽ കൂടെ എന്റെ കൂടെ. ഇന്റെ എല്ലാ അനുഗ്രഹവും തകഞ്ഞു കിട്ടിയവനാണ് ഓൻ. അങ്ങനെ നിങ്ങൾ ഓനെ പുകയത്തൊന്നും വേണ്ട. ഓനും ഇന്നൊരു ചുവട് തെറ്റിച്ചിരിക്കണം. അപ്പൊ ഈ അത് കണ്ടുപിടിച്ചല്ലേ വായ. ശിഷ്യന്മാരാരും മോശക്കാരല്ല. ഓൻ ആ മൂരി ഹൈദ്രോസിനെ ഇടതുവശത്ത് നിന്ന് അടിച്ചപ്പോ
അമർന്ന് പോകുന്നതിന് പകരം പൊങ്ങി അമരുകയല്ലേ ചെയ്തത്. മജീദേ, ഈ അടവിന് നെന്നെ കഴിക്കാൻ ഒരു നായിന്റെ പോലും ഇല്ല. ആ രാധക്കുട്ടി എപ്പോഴാ വന്ന്? ഇന്നലെ രാത്രി. അപ്പൊ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. എന്താ ഉമ്മ ഇത്? ആമിനെക്കുട്ടിയെ കുഞ്ഞിലേക്ക് പിടിച്ചു കൊടുക്കുക? ഉമ്മയും സമ്മതിച്ചിട്ടാ ഇത്? നമ്മള് സമ്മതിക്കോ മോളെ? ഈ അറിഞ്ഞില്ലേ ഇവിടെ ഉണ്ടായ കച്ചറുകളൊക്കെ? ആ എന്തെങ്കിലും പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിനൊന്നും പടച്ചോന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു വന്നാലും ഈ കല്യാണത്തിന് ഉമ്മ സമ്മതിക്കരുത്. എല്ലാം പഠിച്ചു മാഷേ. ഇനി നമ്മൾ കാണാണ്ട് പറയട്ടെ. ശരി. താമര പൊയ്കയില് പൂവുണ്ട്, പൂവിന് അയകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ ബണ്ടുണ്ട്, ബണ്ട് മുരണ്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മാഷ് കളിയാക്കുന്നു? കളിയാക്കിയതല്ല, അക്ഷരങ്ങളോട് കുറച്ച് ദയ കാണിക്കില്ല ആമിന. ബണ്ടല്ല, ബണ്ട്. ഈ ബണ്ടെന്ന് പറയുന്നത് നമ്മുടെ പാടത്തൊക്കെ വെള്ളം കെട്ടി നിർത്തില്ലേ, അതിനാണ് ബണ്ടെന്ന് പറയുന്നത്. കേട്ടോളൂ, ഞാൻ ചൊല്ലാം. താമര പൊയ്കയിൽ പൂവുണ്ട്, പൂവിനഴകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ വണ്ടുണ്ട്, വണ്ട് മുരണ്ട് വരുന്നുണ്ട്. ആ വണ്ടിനെ സൂക്ഷിക്കണം, തേൻ കുടിക്കാൻ സമ്മതിക്കരുത്. എപ്പോ വന്ന്? ഇതാ നമ്മൾ പറഞ്ഞ രാധ അല്ലേ? ഞാൻ അറിയാം, നാസർ മാഷ്. ഉമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ഉമ്മ വിളിക്കണം. ആമിന നടന്നു, ഞാൻ വരാം. ആമിനയുടെ മാഷെ ഒന്ന് പരിചയപ്പെടട്ടെ. മാഷെ, എങ്ങനെയുണ്ട് ആമിന? വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിട്ടും ആമിന എന്താ പഠിക്കാഞ്ഞത്? സാഹചര്യങ്ങൾ അങ്ങനെയാ. കുറച്ചൊക്കെ മാഷിനെ അറിയില്ലേ? ആമിനയ്ക്ക് നല്ല ഗ്രാസ്പിംഗ് ആണ്. രാധ വിചാരിച്ചാൽ ആ കുട്ടിക്ക് ഇനിയും പഠിക്കാൻ കഴിയും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ ദൗത്യം കഴിയും. അപ്പോ മാഷ് പോവാണോ? ആ, ഞായറാഴ്ചയോടെ എന്റെ ക്ലാസ് തീരും. മാഷെ, പറയണോണ്ടൊന്നും തോന്നരുത്. ആമിനെ ആ കുഞ്ഞിലവയെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക. സുഖം എന്താണെന്നറിയാത്തവളാ ആമിന. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയാ അവക്ക് രക്ഷ കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മാഷെ കണ്ടത്. മാഷ് ഒരു പുരോഗമന ചിന്താഗതിക്കാരനല്ലേ? ഒരുപാട് സ്വത്തും മുതലും ഇല്ലെങ്കിലും ആമിന നല്ല കുട്ടിയാ. നിങ്ങൾ നല്ല ചേർച്ചയാ. എനിക്കറിയാം ആമിനക്കുട്ടിക്ക് നല്ലതേ വരൂ. മാഷ് പോണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് മതി. ഏതായാലും അസീസിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനൊരു ബോർഡ് ഈ അടവിൽ ഏത് പെണ്ണും വീണുപോകും, ഞാൻ ഉൾപ്പെടെ. പിന്നെയല്ലേ എട്ടും പൊട്ടും തിരിയാത്ത ആമിന. ആമിനയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്, വീണിരിക്കുന്നു. ആമിനയ്ക്ക് അസീസിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. വന്നതിന് ശേഷം കാമുകയെ കാണാതിരുന്നത് ഭംഗിയായില്ല. പോയിരുന്നു. ഉമ്മ വാപ്പ ഒക്കെ തടസ്സങ്ങളാണ്. അതൊക്കെ അതിജീവിക്കണം. അതിനല്ലേ ഗുണ്ടകൾ. ആമിന എന്റെ കത്ത് വായിച്ചോ? വായിച്ചോന്ന്? വായിക്കാതെ ഞാൻ പോട്ടെ. വല്ലതും പറയണോ? ഒരു മിനിറ്റ്. ഇത് കൊടുക്കണം, ഞാൻ തുന്നിയതാ. ബ്യൂട്ടിഫുൾ. എനിക്കിതുപോലെ ഒന്ന് തരുവോ? ഒരു കമ്മീഷൻ തരാം, പക്ഷെ എന്റെ പേര് എഴുതില്ല. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു ഇഞ്ച് പുറകോട്ട് പോരുത് കേട്ടോ. എന്റെ ആമിന, ആ നോട്ടവും പരുങ്ങലും നാണവും ഒക്കെ കണ്ട ഞാനെന്നല്ല ആരായാലും ചിരിച്ചു പോകും. ഇങ്ങനെ എല്ലാരും മക്കാറാക്കിക്കൊള്ളി. പിന്നെ ഈ മാതിരി ആളുകൾ എന്താ വേണ്ടത്? ദാ നിനക്ക് വേണ്ടി തുന്നിയതത്രേ. ഇങ്ങനെ കളിയാക്കണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ എന്റെ ആമിന? തൂവാല കൊള്ളാട്ടോ. ദേ, അസീസ് എന്നുള്ള പേര് ബ്ലേഡ് കൊണ്ട് കളഞ്ഞാ മതി. മൂപ്പർക്ക് നീ കത്ത് വായിച്ചു എന്നൊരു സംശയം. നിനക്ക് വായിക്കാൻ അറിയില്ലെന്ന് പാവത്തിനറിയില്ലല്ലോ. ഞാൻ തട്ടിവിട്ടു വായിച്ചു എന്ന്. മയങ്ങിയിരിക്കുക. പ്രിയമുള്ള ആമിനയ്ക്ക് തുന്നക്കാരൻ അസീസ് എഴുതുന്ന കത്ത്. ആമിന, സ്വർഗത്തിലെ ഹോറി പോലുള്ള പെണ്ണാണ് ആമിന എന്നറിഞ്ഞപ്പോ മുതല് കാണണം എന്ന പൂതിയായിരുന്നു. കണ്ടപ്പോ തോന്നി നിക്കാതെ കഴിക്കുകയാണെങ്കിൽ ആമിനെ നിക്കാതെ കഴിക്കുമെന്ന്. നേരിട്ട് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ദുബായിക്കാരനൊന്നുമല്ല, തോനെ കായൊന്നും എൻ്റെ അടുത്തില്ല.
പക്ഷെ ആമനയ്ക്ക് കൈ നിറയെ കുപ്പിവളകളും സുറുമയും മേടിച്ചു തരാൻ എനിക്ക് കഴിയും. നല്ല നല്ല കുപ്പായം തുന്നിത്തരാനും എനിക്ക് കഴിയും. ഇതൊന്നുമില്ലെങ്കിലും ആമനയ്ക്ക് വിഷം കഴിക്കേണ്ടി വരില്ല. ഞാൻ പട്ടിണി കിടന്നാലും ആമനയെ പട്ടിണി കിടത്തൂല. എന്നെ നിക്കാഹ് കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആകാശത്തുള്ള പറഞ്ഞു കിടക്കും. അതേ ആമന, എന്റെ കൽബിന് മുഴുവൻ ആമനയാ. എന്നെ കാണാൻ ചേരുന്നുമില്ലെങ്കിലും എനിക്ക് നല്ല മനസ്സുണ്ട്. ആമനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നൊരു വരി എഴുതി തരണം. അത് കാണാൻ കാത്തിരിക്കുകയാണ് മനസ്സ് നിറയ്ക്കനാവുമായിട്ട്. ഏതില്ലേ ആമന എന്ന് അസീസ്. വാതിൽ തുറക്ക്. മറ്റന്നാ ഓനും കൂട്ടരും വരും. ആര്? അന്റെ ബാപ്പ മലയാളത്തിലല്ലേ പറഞ്ഞു. അന്റെ പുന്നാര മോളെ അലവിയെ കൊണ്ട് കെട്ടിക്കണ്. മോതിരം അവന്റെ കായ. ഓന്റെ അടുത്ത് കായ ഇടിച്ചിട്ട് എന്റെ മോളെ ആ ബലാലിനെ പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? എന്റെ ഒരു മോങ്ങല്. ഓളെ പിന്നെ ആര് കെട്ടും? ഇനി കുന്നത്തങ്ങാടിയിൽ ഓളക്കെട്ട ആണുങ്ങൾ വരൂല്ല. അങ്ങാടി വലിയ കുളൂസും പറഞ്ഞ് നടക്കണുണ്ട് കൊണ്ടോട്ടിക്കാരെ ഹമുക്ക്. പിടിച്ചു കൊടുക്കണേ. അളവിനൊക്കെ നല്ലവനാ ചെക്കൻ. പാവം, ഓരത്തെ പണിയില്ലേ, കായില്ലേ? അന്നി സുബനെ ഓനെ കൊണ്ട് കെട്ടിക്കാന് എന്നെ കൊല്ലാൻ നടക്കണം നായി. ഓനെ കുടി കയറ്റാന് പെട്ടി കൊല്ലും ഞമ്മൾ ഉമ്മാനെ.